അടിപൊളി സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, എങ്ങനെയുണ്ട് വിഷ്വലി? എങ്ങനെയുണ്ട് പടം? വിഷ്വലി അടിപൊളിയായി, ഫ്രെയിമൊക്കെ അടിപൊളിയായിരുന്നു. ഓരോ സീൻസ് എന്ന് വെച്ചാൽ 3 മണിക്കൂർ പടം ഉണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് ഒരു ലാഗ് അടിക്കാത്തൊരു പടമാണ്. ബാക്കി എല്ലാ സിനിമയും നമുക്കിപ്പോൾ 1 മിനിറ്റ് ആണെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കണമെന്നോ ബ്രേക്ക് എടുക്കണമെന്നോ, പക്ഷേ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റർടൈൻ ചെയ്ത് അടിപൊളി സിനിമയാണ്. പക്ഷേ ഇനി നമുക്ക് ക്രൗഡ് സപ്പോർട്ട് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇനിയും ഇത് കാണാൻ ആൾ വരണമാണ്. ഈ പടത്തിൽ ഒരുപാട് പേര് പറഞ്ഞ ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ഭയങ്കര അതിഗംഭീരമായിരുന്നു. അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ എലമെന്റ്സ് ഒക്കെ വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മ്യൂസിക്കും അടിപൊളിയാണ്. അടിപൊളി പടം. AR റഹ്മാൻ്റെ മ്യൂസിക് വേറെ ലെവല്, പിന്നെ വിക്കി കൗശലിൻ്റെ ആക്ടിങ്ങും ഔട്ട് ഓഫ് ദ വേൾഡ്. തിരക്ക് ഇത് രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, രാത്രി കുറച്ചും കൂടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. തിയേറ്ററിൽ കാണാൻ എന്തായാലും ഉണ്ട്. എങ്ങനെയുണ്ട് രശ്മിക മന്ദാനയൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല സിനിമ. മൂവി nice one. The presentation of the movie is very good. The storyline is, in historical movies storyline is average, but the presentation of the movie, the acting is very nice. Vicky Kaushal, how is Vicky Kaushal? He is damn good. Very nice. He is always good in these type of movies, historical or some motivational movies like that. He is very good in that. ചാവ അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര സംഭവമായിട്ട് എടുത്തിട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിനിടയിൽ കണ്ട നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവി, ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നുന്നത്. പിന്നെ മ്യൂസിക്, AR റഹ്മാൻ്റെ മ്യൂസിക്, കുറേ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മുടെ വിക്കി കൗശൽ, പുള്ളിയുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത കൊല്ലത്തെ ഒരു നാഷണൽ അവാർഡിന് അത്രമാത്രം ഒരു പെർഫോമൻസ് പുള്ളിയുടെ ഇതുണ്ട്. പിന്നെ രശ്മികയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ എന്തോ അത് വെറുപ്പിച്ചു. പക്ഷേ ഇതിൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം. പൊതുവെ നമ്മൾ പല ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ട്, മറാത്ത സ്ത്രീകൾ ഭയങ്കര ഒരു ഇതായിട്ട് ഒക്കെ ഉള്ള സ്ത്രീകളായിട്ടാണ്. അതേപോലെ തന്നെ നല്ലൊരു കഥാപാത്രം അവർക്ക് കൊടുത്തിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വെറുപ്പിക്കാതെ നമുക്ക് ഇഷ്ടം തോന്നുന്ന അത്രയ്ക്ക് നല്ലൊരു കഥാപാത്രം. പിന്നെ വിക്കി കൗശൽ ഒന്നും പറയാൻ വയ്യ, പുള്ളി അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത കൊല്ലത്തെ കുറേ നാഷണൽ അവാർഡ് ഈ സിനിമ നേടാൻ സാധ്യതയുണ്ട്, എൻ്റെ ഒരു തോന്നലാണ്. പിന്നെ ഇത് സാമ്പത്തികമായിട്ടും സൂപ്പർ ഹിറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഉണ്ട് സിനിമാറ്റിക്. കാരണം അതിൽ യുദ്ധമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ബാഹുബലിയിലെ കുറച്ച് വിഷ്വൽ എഫക്ട്സ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ ഒരുപാട് യുദ്ധം കാണിക്കുന്നത്, പക്ഷേ നമുക്ക് ആ ഒരു വിഷ്വൽ എഫക്റ്റിൻ്റെ അതൊന്നും നമുക്ക് ശരിക്കും നമ്മൾ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു അതിപ്രസരം ഇല്ലാതെ നന്നായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. യുദ്ധം കാണിച്ചു മൊത്തം ഇങ്ങനെ സ്ക്രീൻ എന്ന് പറയുന്നത് സ്ക്രീനിന് തീയിട്ട പോലെ അമ്മാതിരി പെർഫോമൻസ് ആണ്. വിക്കി കൗശൽ ഒന്നും എന്താ പറയുക, പുള്ളിയുടെ പെർഫോമൻസ് അത്രമാത്രമുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതിന് അങ്ങനെയൊന്നുമില്ല. ഒരു ചരിത്രം പറഞ്ഞ പുള്ളി ആ ഒരു അങ്ങ് നിർത്തുകയാണ്. ഇനി അടുത്തൊരു അതിനൊരു ഇത് ഉണ്ടാവില്ല. മുന്നേ ഉള്ള കഥയും ഉണ്ടാവാൻ സാധ്യതയില്ല, പിന്നെയുള്ള ഇത് മതി, ഇത് ധാരാളം, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.